മെഴുകുതിരി കത്തുമ്പോൾ പ്രകാശം ലഭിക്കും, പക്ഷേ ആ മെഴുകുതിരി സ്വയം ഉരുകിത്തീരുകയാണ്. അതുപോലെ സ്വന്തം കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി സ്വയം ഉരുകിത്തീരുന്ന കുറെ ആളുകളാണ് ഈ പ്രവാസികൾ. പ്രവാസികൾ നാട്ടിലെ ലീവിന് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നത് അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ്. പക്ഷേ ആ ഒരു സന്തോഷവും അടിച്ചുപൊളിയും ഒക്കെ ആ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആരും തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. അതിനുശേഷം അവർ വീണ്ടും കഷ്ടപ്പാടിന്റെ ലോകത്തേക്ക് തിരികെ പോകും. അതും സ്വന്തം സന്തോഷത്തിന് വേണ്ടിയല്ല, വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് തിരികെ റൂമിൽ വരുമ്പോൾ അവർ ഉറങ്ങുന്ന കട്ടിലും അവരുടെ മൊബൈൽ ഫോണും കുറെ ഓർമ്മകളും കുറെ സ്വപ്നങ്ങളും മാത്രമായി മാറും അവരുടെ ലോകം. ഉണങ്ങിയ കുബൂസും ഉള്ളിക്കറിയും കഴിച്ച് വിശപ്പടക്കുമ്പോൾ നാട്ടിലെ രുചിയുള്ള ഭക്ഷണം കഴിച്ച നാളുകൾ മറന്നു കാണും. മരുഭൂമിയിലെ ചൂടിനോടും മരം കോച്ചുന്ന തണുപ്പിനോടും പടവെട്ടി തളരുമ്പോഴും സ്വന്തം കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ എന്നോർത്ത് എല്ലാം കടിച്ചു പിടിച്ചങ്ങ് നിൽക്കും ഓരോ പ്രവാസികളും. പ്രവാസികൾ പിസ്തയും ബദാമും പാൽപ്പൊടിയും അത്തറുമായി കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര നാളുണ്ട് ലീവ്, ഇനി എന്നാ തിരിച്ചു പോവുക എന്നത്. ഒടുവിൽ ലീവ് അവസാനിച്ച് തിരികെ പോകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി കുറെ ചക്കയും മാങ്ങയും അച്ചാറും ഏത്തക്കായും കുറെ നല്ല ഓർമ്മകളുമായി അവരെ യാത്രയാക്കുന്നു. ആകാശത്തോളം സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന ഓരോ പ്രവാസിക്കും നഷ്ടമാകുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. ഓരോ തവണ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം നാട്ടിൽ കഴിയണം എന്ന സ്വപ്നവുമായിട്ടായിരിക്കും ഓരോ പ്രവാസിയും വരുന്നത്. പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല. പ്രവാസ ജീവിതം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത